VP അങ്കിളിനെ ഇത്രയ്ക്ക് അങ്ങ് ഇൻസൾട്ട് ചെയ്യരുതായിരുന്നു. അതിന് ഞാൻ അപ്പുവിനെ ന്യായീകരിച്ചു എന്നാരാ പറഞ്ഞത്? അപ്പു ചെയ്ത് ഒട്ടും ശരിയായില്ല എന്ന അഭിപ്രായം തന്നെ എനിക്കും. നേരത്തെ സംസാരിച്ചപ്പോൾ ഞാനത് സൂചിപ്പിക്കുകയും ചെയ്തു. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി VP അങ്കിള് തിരിച്ചു വരുന്ന എനിക്ക് തോന്നുന്നില്ല. വാശിയുടെ കാര്യത്തില് VP അങ്കിള് അപ്പുവിനെക്കാളും ഒട്ടും പിന്നിലല്ല. ഞാനും അങ്ങനെയൊക്കെ തന്നെയാണോ വിചാരിച്ചത്. പക്ഷെ നമുക്ക് തെറ്റി. അപ്പുവിന്റെ കാൽക്കുലേഷൻ ആയിരുന്നു ശരി. വിജയങ്ങൾ ഇന്നലെ രാത്രി തന്നെ തിരിച്ചെത്തിയെന്ന്. ശരിക്കും? അതേന്നെ. പക്ഷെ ആ മടങ്ങി വരവ് അത്ര നല്ല രീതിയിലല്ല. ഞാൻ ശരിക്കും അതേപ്പറ്റി ആലോചിച്ചാ നിന്നുപോയത്. എന്താ VP അങ്കിളുടെ പ്രശ്നം? ആൾക്ക് നല്ല മെന്റൽ ഇഷ്യൂസ് ഉണ്ടെന്നാ അപ്പു പറയുന്നത്. അതൊക്കെ അവൾക്ക് വെറുതെ തോന്നുന്നതാ. അങ്കിളിന് ഒരു കുഴപ്പം ഉണ്ടാവില്ല. കുഴപ്പം അവൾക്കാ. അല്ലെങ്കിൽ എത്ര വലിയ ശത്രുതയുണ്ടെന്ന് പറഞ്ഞാലും ആരെങ്കിലും സ്വന്തം അച്ഛനെതിരെ ഇങ്ങനൊരു കാര്യം ചെയ്യൂ? ഞാൻ പറഞ്ഞില്ലേ മാളു, അപ്പു അങ്ങനെ ചെയ്തതിന് അവൾക്ക് അവളുടേതായ കാരണങ്ങളുണ്ട്. ഒന്നുമില്ല. അതൊക്കെ ഡോക്ടർക്ക് അപ്പുവിനോടുള്ള ഇഷ്ടം കൊണ്ട് തോന്നുന്നതാ. അങ്ങനെ നോക്കുമ്പോ ഞാനും അപ്പുവിനെ ന്യായീകരിക്കേണ്ടതാണ്. ഇതിനു മുൻപും അവളുടെ ഇതുപോലുള്ള പല എടുത്തുചാട്ടങ്ങൾക്കും ശരിയും തെറ്റും ഒന്നും നോക്കാതെ ഞാൻ അവളുടെ പക്ഷത്ത് നിന്നിട്ടുണ്ട്. പക്ഷെ ഇക്കാര്യത്തിൽ എന്തോ എനിക്ക് അപ്പുവിനെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നതേയില്ല. ശരിയാ. നമ്മുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോ അപ്പുവിന്റെ ഈ പ്രവൃത്തി കൈവിട്ട കളി തന്നെയാ. പക്ഷെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ മാളു, ആ കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ. എന്തവസ്ഥ ഡോക്ടർ? എല്ലാം അവളായിട്ട് വരുത്തി വെച്ചതല്ലേ. ആര് പറഞ്ഞാലും വിലക്കാൻ നോക്കിയാലും അതൊന്നും അവളെ കേൾക്കാൻ തയ്യാറാവുക പോലുമില്ല. സ്വന്തം ഇഷ്ടത്തിന് പുറത്തുനിന്ന് മെഡിസിൻ വാങ്ങി അപ്പു സെൽഫ് ട്രീറ്റ്മെന്റ് നടത്തുന്ന കാര്യം പണ്ട് എനിക്കറിയായിരുന്നു. കൊള്ളാം. എന്നിട്ടും താനത് ആരോടും പറയാതിരുന്നല്ലേ? മിനിമം ഗീത ആന്റിയോടെങ്കിലും തനിക്കത് ഷെയർ ചെയ്യായിരുന്നല്ലോ. അതെങ്ങനാ പറയാൻ അപ്പു സമ്മതിച്ചിട്ട് വേണ്ട ഡോക്ടർ? പലവട്ടം ആന്റിയോട് ഇതേപ്പറ്റി പറയാൻ ഒരുങ്ങിയതാ ഞാൻ. അപ്പോഴൊക്കെ അവളുടെ വക കണ്ണുരുട്ടലും ഭീഷണിയും ഉണ്ടാകും. നമ്മളൊരു ചെറിയ സൂചനയെങ്കിലും കൊടുത്തെന്നറിഞ്ഞാൽ പിന്നെ അതിന്റെ പേരിൽ പിണങ്ങും, മുഖം വീർപ്പിക്കും. സത്യം പറയാലോ ഡോക്ടർ, ആ സമയത്തൊക്കെ അപ്പുവിനെ സഹിക്കാൻ ഭയങ്കര ബോറായിരുന്നു. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ സ്ലേവറി ആയിരുന്നു. അപ്പു പറയും മാളു അനുസരിച്ചോണം. അപ്പു തീരുമാനിക്കും, മാളു അത് നടപ്പിലാക്കും. ഒരു ഡ്രസ്സ് പോലും സ്വന്തം ഇഷ്ടത്തിന് തിരഞ്ഞെടുക്കാൻ അവൾ എന്നെ അനുവദിച്ചിട്ടില്ല, അറിയോ? അവളെ പിണക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെ സഫർ ചെയ്തിട്ടുണ്ടെന്നറിയോ? അങ്ങനെ പേടിച്ചും അനുസരിച്ചും എന്തിനായിരുന്നു താനാ ഫ്രണ്ട്ഷിപ്പ് ഇത്ര സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയത്? വിചാരിച്ചാൽ തനിക്ക് ആ ശ്വാസം മുട്ടിക്കുന്ന സൗഹൃദത്തിൽ നിന്ന് പുറത്തു വരാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ താനത് ആഗ്രഹിച്ചില്ല, അതല്ലേ സത്യം. ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴും അപ്പൂൽ എവിടെയൊക്കെ ഒരു നന്മയുള്ളതായി തനിക്ക് തോന്നിയിരുന്നു, അല്ലേ? അതൊരു തോന്നലല്ല, ഇറ്റ്സ് എ ഫാക്ട്. നമ്മൾ എത്രയൊക്കെ അപ്പൂനെ കുറ്റപ്പെടുത്തിയാലും വിമർശിച്ചാലും ആ കുട്ടിയിലൊരു നന്മയുണ്ട്. നമ്മളെപ്പോലെ അപ്പൂനെ അടുത്തറിയാൻ ശ്രമിച്ചവരെ അവളിലേക്ക് ആകർഷിക്കുന്ന ഒരു പോസിറ്റീവ് എലമെന്റ് തോന്നിയിട്ടില്ല അങ്ങനെ? അതൊക്കെ ശരിയായിരിക്കും. എന്നാൽ ഇക്കാര്യത്തില് ഡോക്ടർ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ VP അങ്കിളുടെ പക്ഷത്താണ്. ശരി ശരി, ഇനി രാവിലെ അക്കാര്യം പറഞ്ഞ് നമ്മൾ തമ്മിൽ തല്ലുകൂടണ്ട. ഓ മൈ ഗോഡ്, സംസാരിച്ചെന്ന് സമയം പോയത് അറിഞ്ഞില്ല. ഞാൻ വേഗം റെഡിയാവട്ടെ. അതെ, അല്പം നേരത്തെ ഇറങ്ങാൻ പറ്റുമോ ഡോക്ടർ? എന്താ കാര്യം? അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈകിട്ട് വീട് വരെ ഒന്ന് പോയാലോ? പിന്നെന്താ, നോക്കല്ലോ. മുത്തശ്ശി രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആള് ഗുരുവായൂരപ്പനെ കണ്ട് തിരിച്ചെത്തിയോ? അതിന്നലെ രാത്രി തന്നെ എത്തിയല്ലോ. മുത്തശ്ശി നമുക്ക് വേണ്ടി നടത്തിയ വഴിപാടിന്റെയും പൂജയുടെയും പ്രസാദം തരാനാ വിളിച്ചത്. എന്നിട്ട് ഫോൺ വയ്ക്കാൻ നേരത്ത് നൈസായിട്ട് നമ്മളൊന്ന് ട്രോളുകയും ചെയ്തു. ആഹാ, ഇന്ദിരാമ്മയെ നമ്മളെ ട്രോളാൻ തുടങ്ങിയോ? എന്താ സംഭവം? അതെ, വഴിപാട് കഴിപ്പിച്ചതുകൊണ്ട് മാത്രമായില്ല, ഫലസിദ്ധി ഉണ്ടാവണമെങ്കിൽ നമ്മളും കൂടി മനസ്സ് വെക്കണമെന്ന്. എന്ന് വെച്ചാ ഒന്നുമില്ല. ഓ, ഇങ്ങനെയുണ്ടോ? ഒന്നും അറിഞ്ഞിടത്തൊരു പൊട്ടൻ ഡോക്ടർ. പോ അവിടുന്ന്.
വി പി ഇത് എങ്ങോട്ടാ? എന്താ വി പി ചോദിച്ചത് കേട്ടില്ലേ? വി പി എവിടെ പോകാനാ റെഡിയായതെന്ന്? ക്ലാസ് ഉണ്ട്, ക്ലാസ് എടുക്കണം. കുട്ടികൾ വെയിറ്റ് ചെയ്യണം. എൻ്റെ കാറിൻ്റെ കീ എവിടെ? വി പി ഇന്ന് ക്ലാസ് ഇല്ല. വി പി ഇന്ന് പോണ്ട. എനിക്ക് പോണം. ഇന്ന് എനിക്ക് ക്ലാസ് ഉണ്ട്. പക്ഷേ എനിക്ക് തേഴ്സ്ഡേ അല്ലേ ലീവ്, ഇന്ന് സാറ്റർഡേ അല്ലേ? ക്ലാസ് ഉണ്ട്, എനിക്ക് പോണം, പോയേ പറ്റൂ. വി പി ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇപ്പൊ വി പി ക്ലാസ് എടുക്കാൻ പോവാറില്ല. കുറച്ച് മാസത്തേക്ക് അവിടുന്ന് ലീവ് എടുത്തിരിക്കുക. സത്യ വി പി ക്ലാസ് എടുക്കാൻ വി പി ഇപ്പം പോവാറില്ല. വി പി ആയിട്ട് തന്നെ അവിടുന്ന് മതിയാക്കി പോന്നതാ. ഇനി കുറച്ചാൾ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയാൽ മതി കേട്ടോ. നോ നോ നോ, സ്റ്റുഡൻസ് വെയിറ്റ് ചെയ്യുന്നു, എനിക്ക് പോണം. ഈവനിങ് ബാച്ച്, ദേ ആർ വെയിറ്റിംഗ്. വി പി പ്ലീസ് ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇന്നൊരു ദിവസത്തേക്ക് ലീവ് എടുക്ക്. നാളെ മുതൽ ക്ലാസ്സിന് പോവാം. എന്താ അമ്മ, എന്താ പ്രശ്നം? വി പി ക്ലാസ്സിന് പോകുന്ന ഓർമ്മയില്ല. ക്ലാസ്സിന് സമയമെന്ന് പറഞ്ഞ് ധൃതി കൂട്ടുക. ഞാൻ സത്യമെന്ന് പറഞ്ഞിട്ട് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. എനിക്ക് പോണട്ടോ, ഞാൻ പോവാ. ഒന്ന് നിക്കണം. വി പിയോടാ പറഞ്ഞ നിക്കാൻ. ഓ, പറയേണ്ടതുപോലെ പറഞ്ഞ അപ്പൊ വി പിക്ക് അനുസരിക്കാൻ അറിയാല്ലേ? എനിക്ക് പോണം. എങ്ങോട്ട് പോണോന്നാ? എങ്ങോട്ടെന്ന് വെച്ചാ ഞാൻ കൊണ്ടുവിടാം. അപ്പോ തുടരെ തന്നെ. ആരെ ബോധിപ്പിക്കാനാ വി പി ഈ നാടകം? അഭിനയിച്ചിട്ട് മതിയാവുന്നില്ലേ? ഇനി ഇത് തുടരുന്നത് ആരെ ബോധിപ്പിക്കാനാ? എനിക്ക് പോണെന്ന് പറഞ്ഞില്ല, ഞാൻ പോവാ. വി പി എങ്ങോട്ടും പോകുന്നില്ല. അപ്പൊ എന്തേ കാണിക്കുന്നേ? ഇത് ഞാൻ മാനേജ് ചെയ്തോളാം. ചുമ്മാതെ അമ്മ, ഇത് വി പിയുടെ അഭിനയോ? അഭിനയാണെങ്കിൽ നിനക്കെന്താ? ഞാൻ സഹിച്ചു. അപ്പോ നീ ഇതിൽ ഇടപെടരുത്. വാ വി പി, നമുക്ക് റൂമിലേക്ക് പോവാം. റൂം? യു മീൻ ക്ലാസ് റൂം? ആ then come. നേരത്തെ പറയണ്ടേ? എവിടെയാണോ ക്ലാസ്? വി പി ഇരിക്കുക. അപ്പൊ സ്റ്റുഡൻസോ? അവര് വരും. വി പി റെസ്റ്റ് എടുക്കേ. വരുമല്ലോ അല്ലേ? ആ സമയം നഷ്ടമില്ല. തിരിച്ചു വന്നിടം മുതല് വി പി അങ്കിളുടെ പെരുമാറ്റം അത്ര നോർമൽ അല്ലെന്നൊക്കെയാ അപ്പൊ ഡോക്ടറെ വിളിച്ചു പറഞ്ഞത്. ആ ന്യൂസ് കണ്ടപ്പോഴേ മുരളേട്ടൻ ഇവിടെ പറഞ്ഞതാ കൂടുതൽ കുഴപ്പത്തിലേക്ക് ഇത് പോകുന്നതെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചല്ലോ. എങ്ങനെ സംഭവിക്കാതിരിക്കുക അശ്വതി? ഇതൊക്കെ ആ കൊച്ചിന്റെ ജന്മദോഷത്തിന്റെ ഫല. തമ്മി തല്ലിയും തലഭ്രാന്തെടുത്തും കുടുംബത്തോടെ കുറ്റിയേറ്റ് പോകത്തേ ഉള്ളൂ. അതാ യോഗം. പാവം, എല്ലാം സഹിക്കേണ്ടി വരുന്ന ഗീതേച്ചിയാണല്ലോ. വി പി ഏട്ടന്റെ അപ്പുവിന്റെ ഇടയിൽ കിടന്ന് അനുഭവിക്കുന്നത് ആ പാവമാണല്ലോ. ഒന്ന് പോയി കാണണമെന്ന് എപ്പോഴും ഞാൻ വിചാരിക്കും. പിന്നെ അങ്ങനെ ഒരു അവസ്ഥയില് ഗീതേച്ചിയെ കാണാനുള്ള വിഷമം കൊണ്ട് ഞാൻ അങ്ങ് മടിക്കും. വേണ്ട വേണ്ട, ഇവിടുന്ന് ആരും നേരിട്ടൊരു ക്ഷേമാന്വേഷണത്തിന് അങ്ങോട്ട് പോവുകയേ വേണ്ട. ദേ മാളു, നിന്നോടും കൂടാ പറഞ്ഞത്. അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധവും സഹകരണവും ഒക്കെ നമ്മളെ കൂടി ദോഷമായിട്ട് ബാധിക്കും. അത് നിന്റെ ഡോക്ടറെ കൂടി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. മുത്തശ്ശിയുടെ ഈ ബ്രെയിൻ വാഷിംഗ് ഒന്നും ഡോക്ടറോട് ഫലിക്കില്ല. ഇപ്പോഴും അപ്പുവിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡോക്ടർക്കും ഡേസി ആന്റിക്കും പിന്നെ അതിനാ പ്രയോറിറ്റി. ഇപ്പൊ തന്നെ എന്നെയും കൂട്ടി അപ്പുവിന്റെ വീട്ടിലേക്ക് പോകാനിരിക്കുക ഡോക്ടർ. ആ എന്നാ പിന്നെ ഞാനും കൂടി നിങ്ങളുടെ ഒപ്പം വരാം. ഗീതേച്ചിയെ കണ്ടിട്ട് കുറെ നാളായി. എന്റെ അശ്വതി, ഇത്രയും നേരം ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞത് നിന്റെ തലയിലോട്ടല്ലേ കയറിയത്? രാമായണം മുഴുവൻ കേട്ടേച്ച് രാമന്റെ നേർബങ്ങളാണോ സീതയെന്ന് ചോദിച്ചതുപോലെ ആയല്ലോ. കൊച്ചുങ്ങളെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിലക്കാനുള്ളതിന് പകരം പന്തം കിടത്തി മുന്നേ പോകാൻ നിൽക്കുന്നു. അമ്മ മുഖം വീർപ്പിക്കണ്ട. ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ. പോകുന്നില്ല, പോരെ. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ അന്ധവിശ്വാസവും തമാശയായിട്ടൊക്കെ തോന്നും. പക്ഷെ അനുഭവത്തിൽ വരുമ്പോഴേ നിങ്ങൾ ഇതൊക്കെ ശരിയാണെന്ന് തിരിച്ചറിയൂ. പണിക്കാരുടെ മോള് കുറച്ചുനാൾ മുമ്പ് ടീച്ചറുടെ വീട്ടിൽ പൊറുതിക്ക് ചെന്നില്ലായിരുന്നോ? അന്നേരം എന്തായിരുന്നു ആ വീട്ടിലെ അവസ്ഥ? ടീച്ചറിന്റെ മാല കള്ളന്മാര് പിടിച്ചു പറിക്കാൻ നോക്കിയില്ലേ? ആ വാർത്ത പത്രത്തിൽ വന്നതിന്റെ പേരിൽ
പണിക്കർ ആ വീട്ടിൽ ചെന്ന് എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടാക്കിയത്. അതും പോട്ടെ, അപ്പു ആ വീട്ടിൽ നിന്നതിന്റെ പേരിൽ ഇവളും ഡോക്ടറും തമ്മിൽ എന്നും വഴക്കല്ലായിരുന്നോ? അതൊടുക്കം നമ്മൾ വീട്ടുകാർ തമ്മിൽ മുഷിയേണ്ട ഒരു അവസ്ഥ വരെ എത്തിയില്ലേ? ഈ കല്യാണം വരെ മുടങ്ങുവന്ന ഒരവസ്ഥ എത്തിയപ്പോഴല്ലേ ആ കൊച്ചിനെ അവിടുന്ന് പറഞ്ഞുവിടാൻ ടീച്ചർ മോനും തയ്യാറായത്. അവിടുന്ന് പോയെങ്കിലും അപ്പൂന് ഇപ്പോഴും അവിടെ ഒരു സ്പേസ് ഉണ്ട്. ചിലപ്പോ എന്നെക്കാളും സ്വാതന്ത്ര്യം അപ്പൂനാണെന്ന് തോന്നും. ആ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നിടത്താണ് നിന്റെ മിടുക്ക്. അല്ലാതെ അവക്ക് അവിടെ സ്വാതന്ത്ര്യം കൊടുത്തിട്ട് ഇവിടെ വന്ന് പരാതി പറയുകയല്ല വേണ്ടത്. എനിക്കതിൽ പരാതിയൊന്നും ഇല്ല മുത്തശ്ശി, ഞാൻ പറഞ്ഞേ ഉള്ളൂ. എന്നാ പരാതി വേണം. ഇപ്പൊ നീയും ഡോക്ടറും പ്രേമിച്ചു നടക്കുന്ന പിള്ളേരൊന്നും അല്ല, നീ അവന്റെ ഭാര്യയാ. ആ പദവി അവകാശവും നിന്റെ കയ്യിലുള്ളപ്പോ അവിടെ നിന്നേക്കാൾ സ്വാതന്ത്ര്യത്തോടെ അവിടെ കയറി മെഴുകാൻ നീ ആരെ അനുവദിക്കരുത്. അതിപ്പോ ആണായാലും ശരി പെണ്ണായാലും ശരി. അയ്യോ, ജോബിനും മുരളിയേട്ടനും കോഫി എടുത്തില്ല. വർത്താനത്തിന്റെ ഇടയിൽ ഞാനത് മറന്നു. ഇപ്പൊ വരാവേ. ദേമാളു, മുത്തശ്ശി നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയാ, അപ്പുവായിട്ടുള്ള കൂട്ടുകെട്ടിൽ നിന്ന് നീയായിട്ട് തന്നെ ഡോക്ടറെ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിലക്കണം. അത് പിണങ്ങിയും ദേഷ്യപ്പെട്ടും വാശി പിടിച്ചൊന്നും ആകരുത്. അവന് പോലും സംശയം തോന്നാത്ത രീതിയിൽ സ്നേഹത്തോടെ അനുനയത്തോടെയും വേണം ആ കൂട്ടുകെട്ടിൽ നിന്ന് നീ അവനെ മാറ്റിയെടുക്കേണ്ടത്. ഞാൻ ശ്രമിക്കുന്നുണ്ട് മുത്തശ്ശി. അങ്ങനെ ശ്രമിച്ചാ പോരാ, അതിനൊരു വഴിയുണ്ട്. മുത്തശ്ശി പറഞ്ഞുതരാം. എത്രയും പെട്ടെന്ന് നീ ഒരമ്മയാവുക. ഒരു കുഞ്ഞ് നിങ്ങൾക്കിടയിലേക്ക് വരുമ്പോ ഡോക്ടറിന് നല്ല മാറ്റം ഉണ്ടാവും. നിന്നെയും കുഞ്ഞിനെയും വിട്ട് അയാൾ പിന്നെ വേറെ എവിടെയും പോവില്ല. ആരുടെയും കാര്യമൊട്ട് അതിര് വിട്ട് തലേ കയറ്റി നടക്കേയില്ല. നീയും കൊച്ചുമായിരിക്കും അവന്റെ ലോകം. അപ്പോ അങ്ങനൊരു സാഹസത്തിന് മുതിരുവെന്ന് സത്യത്തിൽ ഞങ്ങളും കരുതിയതല്ല. അവളുടെ ഭാഗത്തു നിന്ന് കുറച്ചുകൂടി സംയമനമാകാമെന്ന് ആ സ്റ്റോറി കണ്ടപ്പോൾ എനിക്ക് തോന്നി. ജോബിനും അങ്ങനെയല്ലേ ഫീൽ ചെയ്തത്? അത് ശരിയാണ്. പക്ഷെ അങ്കിൾ, അപ്പുവിൻ്റെ ഒരു മാനസികാവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഒരു പരിധിക്കപ്പുറം അപ്പുവിനെ കുറ്റപ്പെടുത്താനും ആവില്ല. ഞാൻ പറഞ്ഞല്ലോ, തൻ്റെ അസുഖത്തെക്കുറിച്ച് അപ്പു അത്രമാത്രം കോൺഷ്യസ് ആണ്. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ തൻ്റെ അമ്മ ഒറ്റപ്പെട്ടു പോരുതെന്ന് അപ്പു ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ആംഗിളിൽ ചിന്തിച്ചാൽ അപ്പുവിൻ്റെ ഭാഗത്ത് ചെറിയ രീതിയിലെങ്കിലും ഒരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ടെന്ന് പറയേണ്ടി വരും. ഏതായാലും VPക്ക് മടങ്ങി വരാൻ തോന്നിയല്ലോ, അത് തന്നെ ഒരു നല്ല കാര്യമായി. പിന്നെ ഈ പറയുന്ന മെന്റൽ സ്ട്രെയിൻ ചിലപ്പോൾ ആ ന്യൂസ് സ്റ്റോറി ടെലികാസ്റ്റ് ചെയ്തപ്പോഴുള്ള പ്രഷർ കൊണ്ടുണ്ടായതാവാം. ചിലപ്പോൾ 1-2 ദിവസം കഴിഞ്ഞ് അതങ്ങ് നോർമലായേക്കും. അങ്ങനെ സംഭവിച്ചാൽ നല്ലത്. പക്ഷെ വീട്ടിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പും വിജയങ്ങൾ മെന്റലി അത്ര കംഫർട്ടബിൾ സ്റ്റേജിലായിരുന്നില്ല. ഉവ്വ്, നിങ്ങളുടെ കല്യാണം ക്ഷണിക്കാൻ പോയപ്പോൾ അത്തരൊരു അവസ്ഥയിലാണ് എനിക്ക് VP കാണേണ്ടി വന്നത്. സത്യത്തിൽ അവരുടെ കേസിൽ അധികം ഇൻവോൾവ് ആവാതെ ഞാനിത്തിരി ഡിസ്റ്റൻസ് ഇടുന്നതും VP അങ്ങനൊരവസ്ഥയെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് തന്നെയാണ്. ജോബിൻ, ചായ കുടിക്കും. ജോബിന്റെ ലീവിന്റെ കാര്യം എന്തായി? അത് ഏകദേശം കൺഫേം തന്നെയാണ് ആൻറ്റി. ഹെഡ് സാങ്ഷൻ ചെയ്തിട്ടുണ്ട്. ഇനി സൂപ്രണ്ടിന്റെ ഭാഗത്തുനിന്ന് കൂടി കൺഫർമേഷൻ കിട്ടണം. അത് കിട്ടുമല്ലോ അല്ലേ? മാളു വലിയ പ്രതീക്ഷയില്ല. കിട്ടാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ബോർഡ് മീറ്റിംഗിലൊന്ന് പ്രസന്റ് ചെയ്ത് പെർമിഷൻ വാങ്ങണം, അത്രേ ഉള്ളൂ. 10 ദിവസത്തെ ലീവ് ആയതുകൊണ്ട് ഗവേണിംഗ് ബോഡിയിലൊന്ന് പ്രസന്റ് ചെയ്യണം. അതൊരു യൂഷ്വൽ പ്രൊസീജിയർ മാത്രമാണെന്ന് HODയും സൂപ്രണ്ടൊക്കെ പറയുന്നത്. സോ ലീവിന്റെ കാര്യം ഒരു 95% കൺഫേം ആണ്. പിന്നെ ആ ട്രാവൽ ഏജൻസി ഞാൻ വിളിച്ച് സംസാരിച്ചിരുന്നു. ബുക്ക് ചെയ്ത ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാതെ മാറ്റി ബുക്ക് ചെയ്യാമെന്നാ അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഫെയറിൽ അത് അഡ്ജസ്റ്റബിളും ആകും, ക്യാൻസലേഷൻ്റെ അത്ര ലോസും വരത്തില്ല. ജോബിന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ നിങ്ങളുടെ ടിക്കറ്റ് ഞാൻ തന്നെ. അങ്കിളിന്റെ ഇഷ്ടം പോലെ തന്നെ ആയിക്കോട്ടെ, എനിക്കതൊരു വിരോധമൊന്നുമില്ല. എന്താ എന്നെ ഒഴിവാക്കി ഇവിടെ എല്ലാരും കൂടെ ഗൂഢാലോചന? ആന്റി അങ്കിളും ലീവിന്റെ കാര്യത്തെപ്പറ്റി ചോദിക്കായിരുന്നു. അതിനത്ര ടെൻഷൻ അടിക്കാനൊന്നുമില്ല. ലീവ് ഒക്കെ ഓൾറെഡി സാങ്ഷൻ ചെയ്ത് കഴിഞ്ഞു. ഓഹോ, നീ ആര്? ഗവേണി മൂടിയാണോ? അതെ, ഞങ്ങൾക്കാർക്കും ഒരു ടെൻഷനും ഇല്ല. നിനക്കാ ടെൻഷൻ മുഴുവൻ. ആ മാളു, നമുക്ക് അപ്പുവിന്റെ വീട് വരെ ഒന്ന് പോയാലോ? അത് വേണോ ഡോക്ടർ?
ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങോട്ട് ചെല്ലുന്നത് ഇവിടം വരെ വന്ന സ്ഥിതിക്ക് അവിടെ ഒന്ന് കയറിയിട്ട് വരാം. ഗീതാന്റെയും വിജയങ്ങളിലെയും കണ്ടിട്ട് കുറച്ച് നാളായി. തന്നെയല്ല, കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ആന്റി അങ്കിളിനെ ഒരുമിച്ച് കണ്ടതുമില്ലല്ലോ. എന്തായാലും ഒന്ന് പോയിട്ട് വരാം. ഡോക്ടർ, അത് പോയിട്ട് വാ മോളെ. പിന്നെ ജോബിൻ, ഞാൻ പറയുന്നോണ്ട് മറ്റൊന്നും വിചാരിക്കരുത്. എന്താ അങ്കിൾ? അപ്പുവിൻ്റെയും വിപിയുടെയും പ്രശ്നത്തിൽ നമ്മൾ അധികം ഇൻവോൾവ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഞാനിങ്ങനെ പറഞ്ഞൊരു വിഷമമൊന്നും തോന്നരുത്. അപ്പുവും വിപിയും നമുക്ക് ഒരുപോലെ വേണ്ടപ്പെട്ടവരാ. ഒരാളെ മാത്രം ഫേവർ ചെയ്ത് നിൽക്കുമ്പോൾ അത് മറ്റുള്ളവരെ കൂടുതൽ ഹർട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് പറഞ്ഞതാ. എനിക്ക് മനസ്സിലാവും അങ്കിൾ, ഞാൻ ശ്രദ്ധിച്ചോളാം. എന്നാ ഞങ്ങൾ പോയിട്ട് വരാം. ശരി, പോയിട്ട് വാ. അപ്പോ മാള് പറഞ്ഞത് ശരിയാ. എന്താ? അല്ല, ജോബിന്റെ കടുംപിടുത്ത സ്വഭാവത്തിനൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ടെന്ന് എനിക്കും തോന്നി. ആ ടിക്കറ്റിന്റെ കാര്യം പറഞ്ഞപ്പോ എന്തെങ്കിലും ഒരു ഉടക്ക് ജോബിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന ഞാനൊന്ന് സംശയിച്ചു. എന്തായാലും മാള് ഭയങ്കര ഹാപ്പിയാ. ഡോക്ടർ, ഞാനൊരു കാര്യം പറഞ്ഞ വിഷമാവൂ? വിഷമോ? എന്തിന്? അല്ല, ഡോക്ടർ മനസ്സിൽ വിചാരിച്ചൊരു കാര്യത്തിന് ഞാൻ മുടക്കം പറയാണെന്ന് വിചാരിക്കുമെന്നൊരു പേടികൊണ്ട് ചോദിച്ചതാ. എന്താടോ പതിവില്ലാത്തൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ? ഓ, മനസ്സിലായി. നമ്മുടെ ട്രിപ്പിന്റെ കാര്യമാണല്ലേ. അങ്കിള് തന്നെ ടിക്കറ്റ് മാറ്റിയെടുത്തരാന്ന് പറഞ്ഞത് ഞാൻ സമ്മതിച്ചിട്ടുണ്ട്. എന്താ പോരെ? ഹാപ്പി ആയില്ലേ? ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. പിന്നെ? അത് നമുക്ക് അപ്പുവിന്റെ വീട്ടിലേക്ക് ഇപ്പൊ തന്നെ പോണെന്നുണ്ടോ? ഇനി വരുമ്പോഴായാലും പോരെ? അതെന്താ തനിക്കിപ്പോ അങ്ങനൊരു മനംമാറ്റം? നമ്മളിപ്പോ അപ്പുവിന്റെ വീട്ടിലേക്ക് പോകുന്നതിൽ തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അയ്യോ, ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടല്ല ഡോക്ടർ. ഞാൻ അവരുടെ ബുദ്ധിമുട്ട് ഓർത്ത് ചോദിച്ചെന്നേ ഉള്ളൂ. അവർക്ക് എന്ത് ബുദ്ധിമുട്ട്? അല്ല, ഗീതാന്റിയും വി പി അങ്കിളും അപ്പുവും ഒക്കെ ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കുമല്ലോ ഇത്. അങ്ങനെ ഒരു അന്തരീക്ഷത്തിലേക്കാണ് നമ്മൾ അവരെ കാണാൻ ചെല്ലുന്നത്. അതുകൊണ്ട് എന്താടോ കുഴപ്പം? അവർക്ക് നമ്മളെ കാണുന്നതൊരു ആശ്വാസമാവുമെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ? ഒരാളുടെ വിഷമാവസ്ഥയിലല്ലേ നമ്മൾ അവരെ പോയി കാണേണ്ടതും ആശ്വസിപ്പിക്കേണ്ടതും. ഡോക്ടർ പറയുന്നത് ശരിയാ. നമ്മളെ കാണുമ്പോൾ അവിടെ ഉള്ളവർക്ക് ആശ്വാസവും സമാധാനവും കിട്ടുമെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഈ വിസിറ്റ് ഒരു നല്ല കാര്യം തന്നെയാ. പക്ഷേ നമ്മുടെ ഈ സന്ദർശനം കൊണ്ട് അവരുടെയൊക്കെ സങ്കടം ഇരട്ടിയാകുമെങ്കിൽ ഈ സന്ദർഭത്തിൽ അത് ഒഴിവാക്കുന്നല്ലേ ഡോക്ടർ നല്ലത്? സോറി, താൻ പറഞ്ഞത് എന്തർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലായില്ല മാളു. നമ്മളെ കാണുമ്പോൾ അവരുടെ സങ്കടം ഇരട്ടിക്കുമെന്നോ? അതെങ്ങനെ? ഞാനും അപ്പോ എങ്ങനെ കഴിഞ്ഞവരാണെന്ന് ഡോക്ടർക്ക് അറിയാലോ. എന്നെ അപ്പോനെയും ഒരുപോലെയാ ആന്റിയും അങ്കിളും കണ്ടിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ അവരുടെ കാഴ്ചപ്പാടിൽ ഞാനൊരു കുടുംബിനിയാ. എല്ലാ അർത്ഥത്തിലും ഭർത്താവ് ഒത്ത് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു ഭാര്യ. നമ്മുടെ ഈ സന്തോഷം നിറഞ്ഞ ജീവിതം കാണുമ്പോൾ പുറമെ പ്രകടിപ്പിച്ചില്ലെങ്കിലും ആന്റിക്കും അങ്കിളിനും അതുള്ളിൽ നല്ല വിഷമം ഉണ്ടാക്കുക തന്നെ ചെയ്യും. എന്റെ സ്ഥാനത്ത് അവരപ്പോനെ അവിടെ കാണാൻ ശ്രമിക്കുക. അവൾക്കും എന്റേതുപോലൊരു ജീവിതം കിട്ടിയിരുന്നെങ്കിൽ നാവും അവരപ്പ ചിന്തിക്കുക. അവരാഗ്രഹിച്ച പോലൊരു ജീവിതം അപ്പനുണ്ടായില്ലെന്ന് മാത്രമല്ല, അപ്പു കാരണം അവരുടെ ജീവിതം കൂടുതൽ ദുരിതത്തിലേക്കും ദുഃഖത്തിലേക്കും വഴിമാറുകയും ചെയ്തു. ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ ഡോക്ടർ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പുവിന്റെ അസുഖം ഒരു ക്രോണിക് സ്റ്റേജിലാണ്. അതിന്റെ ഒരു ഡിപ്രഷൻ അവളെ വല്ലാതെ ബാധിച്ചിട്ടുണ്ടാവും. ഇനി വി പി അങ്കിളുടെ കാര്യം നോക്കിയാൽ അത് അതിലും വലിയ ട്രാജഡി അല്ലേ? തന്നെക്കുറിച്ചുള്ള മോശമായ കാര്യങ്ങൾ ലോകം മുഴുവൻ അറിഞ്ഞതിന്റെ ഒരു നിരാശയും ഫ്രസ്ട്രേഷനും അങ്കിളിനെ വല്ലാതെ അലട്ടുന്നുണ്ടാവും. പോരാത്തതിന് ആളിപ്പോ മാനസികമായും നല്ല അവസ്ഥയിലല്ലെന്ന് ഡോക്ടറോട് പറഞ്ഞത് അപ്പു തന്നെയല്ലേ? ഇനി ഗീതാഞ്ജയുടെ കാര്യത്തിലേക്ക് വന്നാൽ ഇതൊക്കെ കണ്ടും കേട്ടും ആ പാവം വല്ലാതെ മനസ്സ് മരവിച്ച ഒരവസ്ഥയിലായിരിക്കും ഇപ്പോ.